നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇനി ഒരിക്കൽ കൂടി വരുണിന്റെ മുന്നിൽ ചെന്ന് നിൽക്കാനുള്ള ത്രാണി എനിക്കില്ല. ഇതിൽ കൂടുതൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടാ നീറി ഞാൻ ചത്തുപോകും. പരീക്ഷിക്കല്ല ഭഗവാനെ. എല്ലാം മറക്കാനുള്ള അനുഗ്രഹം എനിക്ക് തരണേ കൃഷ്ണ. അതെ, ഒരുപാട് നേരം ഒന്നും എടുക്കാൻ പറ്റില്ല. എനിക്ക് പെട്ടെന്ന് പോണം. ശരി. പിന്നെ അച്ഛൻ്റെ അമ്മയുടെ മുമ്പില് ഇപ്പൊ ഈ കളിച്ചുകൊണ്ടിരിക്കുന്ന നിഷ്കളങ്കമായ നാടകം ഉണ്ടല്ലോ, ഇനി മേലിൽ എന്നോട് കാണിക്കാൻ നിൽക്കരുത്. നമുക്കിടയിലുള്ള ദൂരം നമുക്കേ അറിയൂ, അവർക്കറിയില്ല. കൂടുതൽ നല്ലവള് ചമയാൻ ശ്രമിച്ചാൽ എനിക്ക് എൻ്റെ വഴി നോക്കേണ്ടി വരും. അത് രണ്ട് കുടുംബങ്ങളെ ബാധിച്ചാലും അതൊന്നും ഞാൻ കാര്യമാക്കില്ല. ചെല്. ഇതെന്താ മോളെ, ഒരു മുന്നറിയിപ്പില്ലാതെ? ഭഗവാനെ കാണാൻ വരാൻ എന്തിനാ മുന്നറിയിപ്പ്? വരുണിന്റെ പിറന്നാളാ അച്ഛാ. അതെയോ? ഞാൻ തനിച്ചു വന്ന് പ്രാർത്ഥിച്ചിട്ട് പോവാന്ന് കരുതിയതാ. അപ്പോ വരുണിന്റെ നിർബന്ധം കൂടെ പോരണോന്ന്. നന്നായി. അച്ഛാ, വരുണിന്റെ പേരില് പ്രത്യേകമായിട്ട് വഴിപാടുകൾ എന്തെങ്കിലും നടത്തണം കേട്ടോ. അതിനെന്താ, ചെയ്യാലോ. വരുൺ അച്ഛനുമായിട്ട് സംസാരിക്കേ, ഞാനിപ്പോ വരാം. അച്ഛാ, ഈ ക്ഷേത്രത്തിൽ ഒരു സർപ്പക്കാവുണ്ടല്ലോ. ഉണ്ടല്ലോ, കുറച്ച് അപ്പുറത്താ. ഞാൻ പലതവണ വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ അവിടെ പോയിട്ടില്ല. എന്നാ പിന്നെ നമുക്ക് പോയി തൊഴുതിട്ട് വരാം. അച്ഛൻ്റെ ജോലി നടക്കട്ടെ, ഞാൻ പോയിട്ട് വരാം. അവിടെ ചെല്ലുമ്പോ സൂക്ഷിക്കണം, നാഗങ്ങളുള്ള കാവാ. ചേച്ചി, ഒന്നിച്ച വരുന്ന നീ എന്താ പറയാതിരുന്ന? ഞാൻ തനിച്ചിറങ്ങിയതാ. മുന്നിൽ അവരും കൂടി തലേ കെട്ടി വെച്ചതാ. ചേച്ചി, ഈ സദ്യ ഉണ്ടാക്കുന്ന എങ്ങനെയാ അതൊന്ന് പറ. അതിപ്പോ പെട്ടെന്ന് എങ്ങനെ പറഞ്ഞു തരാനാ? ഒരു കാര്യം ചെയ്, നീ തനിച്ച് പാചകം ചെയ്യാന്ന് പറ. എന്നിട്ട് ഫോൺ ഓൺ ചെയ്ത് വെച്ചിട്ട് ഞാൻ പറയുന്ന പോലെ ചെയ്താ മതി. ശരി. ഇനി ഞാൻ വിളിക്കുന്ന നേരത്ത് ഇതുപോലെ കറങ്ങി നടന്നിട്ട് കിട്ടാതിരിക്കോ? ഇല്ല, ഞാൻ ഇപ്പൊ തന്നെ വീട്ടിലോട്ട് പോയിക്കോളാം. നീ എപ്പ വേണേലും വിളിച്ചോ. ശരി, എങ്കി പിന്നെ പെട്ടെന്ന് പോയിക്കോ. അതെ, വരുൺ ചേച്ചിയെ കാണാൻ നോക്കണം, മനസ്സിലായോ? മുത്തശ്ശി കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. എന്റെ ജീവിതം ചേച്ചിയായിട്ട് ഇല്ലാതാക്കരുത്. നീ പേടിക്കണ്ട, ഞാൻ കാരണം നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അതെ, ഒരു കാര്യം ചെയ്, ക്ഷേത്രത്തിന്റെ ഉമ്മറത്തോട് പോണ്ട, ആ സർപ്പക്കാവ് വഴി ചുറ്റിപ്പോയിക്കോ. ശരി, എന്നാ ചെല്ല്. ഇനി മരിക്കുന്നവരെ നിന്നെ മാത്രമേ സ്നേഹിക്കൂ.
ആരോടാ സംസാരിച്ചിരുന്നേ? ആരോടും അല്ല. നാഗങ്ങളോട് പ്രാർത്ഥിച്ചാണോ? മനസ്സിലെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു കിട്ടാൻ പ്രാർത്ഥിച്ചു. പ്രസാദം എടുത്ത് വെച്ച് അച്ഛൻ തിരക്കുന്നുണ്ട്. വാ നമുക്ക് പോ. അച്ഛന് സന്തോഷായി നമ്മൾ ഒരുമിച്ച് വന്നത്. എനിക്കൊട്ടും സന്തോഷമില്ല നമ്മൾ ഒരുമിച്ച് നടക്കുന്നത്. എടോ, തന്നെയല്ലേ ഞാൻ താലി കെട്ടിയത്. താനല്ലേ എന്റെ വധുവായിട്ട് അടുത്ത ഭാഗത്തിരുന്നത്. ദേ, ഒരു കാര്യം ഓർമ്മിച്ചോ, ഞാൻ ഈ ജീവിതത്തിൽ നിന്നെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. ഇനി മരിക്കുന്നവരെ നിന്നെ മാത്രമേ സ്നേഹിക്കൂ. ഒഴിഞ്ഞു മാറാൻ എല്ലാ വിധത്തിലും നോക്കിയിട്ട് എന്തിനാ എന്നെ മുന്നിൽ കൊണ്ടുപോയി നിർത്തുന്നത്? വരുൺ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ വരുണിന്റെ ഭാര്യയാണെന്ന് പറയുന്നു, ഒരിക്കലും എന്നെ പിരിയില്ലെന്ന് പറയുന്നു. ഒരിക്കലും നടക്കാത്ത കാര്യമല്ലത്. എന്നല്ലല്ലോ വരുണല്ലേ തിരുത്തേണ്ടത്. വേണ്ട, ഇനി ഒരിക്കൽ കൂടി വരുണിന്റെ മുന്നിൽ ചെന്ന് നിൽക്കാനുള്ള ത്രാണി എനിക്കില്ല. ഇതിൽ കൂടുതൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടാ നീറി ഞാൻ ചത്തുപോകും. എന്നെ പരീക്ഷിക്കല്ല ഭഗവാനെ. എല്ലാം മറക്കാനുള്ള അനുഗ്രഹം എനിക്ക് തരണേ കൃഷ്ണ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.